ആളുകൾക്ക് ഇസ്ലാം എന്താണെന്ന് അറിഞ്ഞുകൂടാ. ഞാൻ അബ്ദുള്ളയുമായിട്ട് നിരന്തരം ഗുസ്തി പിടിച്ചതാണ് TV ചർച്ചകളിൽ. അത് വേറെ കാര്യം, പലപ്പോഴും രാഷ്ട്രീയ വിഷയങ്ങളാണ്. ബട്ട് അദ്ദേഹത്തിൻ്റെ ഖുറാൻ പാണ്ഡിത്യം നിങ്ങൾക്ക് നിഷേധിക്കാൻ സാധ്യമല്ല, അറബി പാണ്ഡിത്യം നിഷേധിക്കാൻ സാധ്യമല്ല. ഖുറാൻ്റെ പ്രിൻസിപ്പിൾ ഇങ്ങനെയാണ്. നിങ്ങൾ അബ്ദുള്ള കുറ്റക്കാരനാണെന്ന് പറയുന്നതിന് പകരം നിങ്ങൾ പറയേണ്ടത് ഖുറാനിൽ എഴുതിയിരിക്കുന്നത് അത്ര ശരിയല്ല, ഇത് പരിഷ്കൃത സമൂഹത്തിന് യോജിച്ചതല്ല എന്ന് നിങ്ങൾക്ക് പറയാം. അബ്ദുള്ള അപ്പോഴും പറയും പരിഷ്കൃത സമൂഹത്തിന് യോജിക്കുമല്ലോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, ഞങ്ങളുടെ മതത്തിൻ്റെ പ്രിൻസിപ്പിൾ ഇതാണ് എന്ന് അബ്ദുള്ള പറയും. ആ മനുഷ്യനെ കുറ്റം പറയാൻ പറ്റും. അതാണ് ഇസ്ലാമിൻ്റെ പ്രിൻസിപ്പിൾ. ആളുകൾ വിചാരിക്കുന്നത് ഹിന്ദുവിനെ പോലെ ഒരു ലൂസ് കാഴ്ചപ്പാടുള്ള മതമാണ് ഇസ്ലാം എന്നാണ്. അങ്ങനെ അല്ല. അത് കർശനമായിട്ട് മറ്റ് ദൈവങ്ങളെ വിലക്കുന്നു, വെറുക്കുന്നു. അതുകൊണ്ടല്ലേ അവർ അല്ലാഹു അല്ലാതെ വേറൊരു ദൈവമില്ല എന്ന് പറയുന്നത്. മുഹമ്മദിനെ തൊട്ട് കഴിഞ്ഞാൽ സർ തൻസെ ജുദ എന്ന് പറയുന്നത് വേറെ ആരെങ്കിലും പറയുന്നുണ്ട്? ക്രിസ്ത്യാനിക്കും ഉണ്ട് പ്രവാചകനും യഹോവയും സംഗതിയൊക്കെ ഉണ്ട്. നിങ്ങൾ യേശു ക്രിസ്തുവിനെ പറ്റി 10 ചീത്ത പറഞ്ഞ് ഒരു ക്രിസ്ത്യാനിയും തിരിഞ്ഞു നോക്കില്ല. ചിലപ്പോൾ അത്ഭുതത്തോടെ നോക്കി ഇവരെന്താ വട്ടായോ എന്നുള്ളത്. ബട്ട് ഇസ്ലാമിൽ അങ്ങനെയല്ല, നിങ്ങളെ കൊല്ലണം, അതാണ് നിയമം. അപ്പോൾ അതുകൊണ്ട് സത്യം പറഞ്ഞതിന് അബ്ദുള്ളയെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. സമൂഹം എങ്ങനെ ചലിക്കുന്നു എന്നുള്ള അറിവുകളിന് KT ജലീലിനെ കുറ്റം പറഞ്ഞിട്ടും കാര്യമില്ല.